ഹലോ സ്റ്റുഡൻസ്, നമ്മൾ മെത്തേഡ്സ് ഓഫ് പ്രൈസിംഗ് ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത്. മെത്തേഡ്സ് ഓഫ് പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാം എന്നുള്ളതാണ്. ബേസിക് പ്രൈസിംഗ് പോളിസീസിനെയാണ് നമ്മൾ മെത്തേഡ്സ് ഓഫ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. മെത്തേഡ്സ് 3 രീതിയിലുണ്ടെന്ന് പറഞ്ഞു. ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ്, കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്, ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് ആൻഡ് കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കിയത് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് പോളിസിയാണ്. നെക്സ്റ്റ് ഇനി നോക്കുന്നത് ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് പോളിസി. കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് പോളിസിയിൽ നമ്മൾ കണ്ടു, ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എപ്പോഴും എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? അതിനുള്ള കോസ്റ്റ് എത്രയാണോ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, അതിലെ പല മെത്തേഡ്സ് നമ്മൾ നോക്കി. കോസ്റ്റ് പ്ലസ് പ്രൈസിങ്, ടാർഗറ്റ് പ്രൈസിങ്, മാർജിനൽ കോസ്റ്റ് പ്രൈസിങ്, ബ്രേക്ക് ഈവൻ പ്രൈസിങ്, അത്ര വരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത്. നെക്സ്റ്റ് നമ്മളിനി നോക്കുന്നത് ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് പോളിസിയാണ്. അതായത് മാർക്കറ്റിലൊരു പ്രൊഡക്റ്റിനുള്ള ഡിമാൻഡ് എത്രയാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൈസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് പോളിസി എന്ന് പറയുന്നത്. സോ ഡിമാൻഡ് ഇസ് ദ ബേസിക് ഫാക്ടർ. Price is fixed on the basis of demand. That is a market condition. Okay. So, demand for the product, if demand is high, normally the firm charge high price. And if the demand is low, normally the firm charge low price. So, on the basis of demand or market condition or market situation, the firm can fix the price that is known as demand based pricing പോളിസി. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് എത്രയാണോ ഒരു പ്രൊഡക്റ്റിന് വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൈസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് പോളിസി എന്ന് പറയാം. ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് പോളിസിയിൽ 2 എണ്ണമാണ് വരുന്നത്. ദറ്റ് ഈസ് ഡിഫറൻഷ്യൽ പ്രൈസിങ് ആൻഡ് പ്രീമിയം പ്രൈസിങ്. ഡിഫറൻഷ്യൽ പ്രൈസിങ് എന്താണെന്ന് നോക്കാം. സെയിം പ്രൊഡക്റ്റ് is sold at different prices to different customers in different places and at different periods. It is also called discriminatory pricing or price discrimination. അതായത് ഒരേ പ്രൊഡക്റ്റ് ഡിഫറെൻറ്റ് പ്രൈസിൽ ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സിന് ഡിഫറെൻറ്റ് പ്ലേസിൽ ഡിഫറെൻറ്റ് പീരീഡ്സിൽ സെയിൽ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഡിഫറൻഷ്യൽ പ്രൈസിങ്. ഓക്കെ, അതായത് സെയിം പ്രൊഡക്റ്റ് ഓർ സർവീസ് ആയിരിക്കും. ഈ സെയിം പ്രൊഡക്റ്റോ സർവീസോ സോൾഡ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് പ്രൈസിലായിരിക്കും. എന്നാൽ ഡിഫറെൻറ്റ് പ്രൈസിൽ ആർക്കൊക്കെയാണ്? ഒരേ കസ്റ്റമേഴ്സിനാണോ? അല്ല, ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സിനാണ്, ഡിഫറെൻറ്റ് പ്ലേസിലാണ്, ഡിഫറെൻറ്റ് പീരീഡ്സിലാണ്. ഓക്കെ, അപ്പോൾ ഒരേ പ്രൊഡക്റ്റ്, സെയിം പ്രൊഡക്റ്റ് സോൾഡ് ചെയ്യുക ഡിഫറെൻറ്റ് പ്രൈസിൽ, ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സിന്, ഡിഫറെൻറ്റ് പ്ലേസിൽ, ഡിഫറെൻറ്റ് പീരീഡ്സിൽ. ഈ മെത്തേഡിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിഫറൻഷ്യൽ പ്രൈസിങ്. ഓക്കെ, ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഡിസ്ക്രിമിനേറ്ററി പ്രൈസിങ് അല്ലെങ്കിൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ള പേരിലും പറയാം. ഡിസ്ക്രിമിനേറ്ററി പ്രൈസിങ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ സെയിം ആണ് കേട്ടോ. അതായത് ഡിസ്ക്രിമിനേറ്ററി പ്രൈസിങ്, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ സെയിം മെത്തേഡാണ്. ഓക്കെ, ഡിഫറൻഷ്യൽ പ്രൈസിങ്ങിന് പറയുന്ന വേറെ പേരുകളാണ് എന്ത്? ഡിസ്ക്രിമിനേറ്ററി പ്രൈസിങ് അല്ലെങ്കിൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. സെക്കൻഡ് ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ്ങിൽ വരുന്നതാണ് പ്രീമിയം പ്രൈസിങ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് product or brand should be positioned at the top of the market and must offer greater value in quantitative terms than similar brand in other price segment. ഓക്കെ, അതായത് ഈ പ്രൈസിങ് തിങ്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ടോപ്പിലാണ്. അതായത് മറ്റുള്ള കമ്പനികൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിനേക്കാളും നമ്മളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ടോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു പ്രീമിയം പ്രൈസ് വെക്കാം. ഗ്രേറ്റർ വാല്യൂ ആണ്, ഗ്രേറ്റർ ക്വാളിറ്റേറ്റീവ് ടേംസ് ആണ്. അപ്പോൾ ആ ഫാക്ടേഴ്സൊക്കെ നമുക്ക് ഹൈ ആയതുകൊണ്ട് നോർമലി ഫേം എന്ത് ചെയ്യും? ഹൈ പ്രൈസ് പ്രൊഡക്റ്റിന് ഫിക്സ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ എന്തെന്ന് പറയുന്നത്? പ്രീമിയം പ്രൈസിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഹൈ പ്രൈസിങ്. അതുകൊണ്ടാണ് ഇതിന് എന്തെന്ന് പറയുന്നത്? ഹൈ പ്രൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് തന്നെയാണ്. അതായത് മാർക്കറ്റിൽ ഹൈ പൊസിഷനിലാണ് നിൽക്കുന്നത്. ഹൈ പൊസിഷനാണ്, ക്വാളിറ്റേറ്റീവ് ടേംസിലും കൂടുതലാണ് സിമിലർ ബ്രാൻഡിനുള്ളതിനേക്കാളും. അതുകൊണ്ടാണ് ഇതിന് എന്തെന്ന് പറയുന്നത്? പ്രീമിയം പ്രൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ പ്രൈസാണ് എന്തുകൊണ്ട് പറയുന്നത്? പ്രീമിയം പ്രൈസിങ്. അപ്പോൾ ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് പോളിസി 2 എണ്ണമാണ്. ദറ്റ് ഈസ് ഡിഫറൻഷ്യൽ പ്രൈസിങ് ആൻഡ് പ്രീമിയം പ്രൈസിങ്. നെക്സ്റ്റ് ലാസ്റ്റ് മെത്തേഡ് ദറ്റ് ഈസ് കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ് പോളിസി. This is the pricing policy of fixing the price mainly on the basis of price fixed by the competitors. കോമ്പറ്റീറ്റേഴ്സ് എത്രയാണോ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്താൽ അതിനെയാണ് നമ്മൾ കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ് പോളിസി എന്ന് പറയുന്നത്. ദ ഫേം മേ കീപ്പ് ഇറ്റ്സ് പ്രൈസ് ഹയർ ഓർ ലോവർ ദാൻ ദാറ്റ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ്. കോമ്പറ്റീറ്റേഴ്സ് ഫിക്സ് ചെയ്യുന്ന പ്രൈസിനേക്കാളും ഹയറോ ലോവറോ ആയിട്ട് ഫേം പ്രൈസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ദറ്റ് ഇസ് നോൺ ആസ് കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ് പോളിസി.
Under this policy, product prices are fixed not on cost or demand but on the basis of competitors' price. കമ്പനിയുടെ കോസ്റ്റോ ഡിമാൻഡോ കൺസിഡർ ചെയ്യാതെ, അത് നോക്കാതെ വെറും കോമ്പറ്റീറ്റേഴ്സ് എത്രയാണോ പ്രൈസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രൊഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ദറ്റ് ഇസ് നോൺ ആസ് കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ് പോളിസി. അതിലിനി ഏതൊക്കെ മെത്തേഡ്സ് വരുന്നു എന്ന് നോക്കാം. ദറ്റ് ഇസ് ഫസ്റ്റ് വൺ, ഗോയിങ് റേറ്റ് പ്രൈസിങ്. ഗോയിങ് റേറ്റ് പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ചാർജിങ് പ്രൈസ് അക്കോർഡിംഗ് ടു വാട്ട് കോമ്പറ്റീറ്റേഴ്സ് ആർ ചാർജിങ്. എന്താണോ കോമ്പറ്റീറ്റേഴ്സ് ചാർജ് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൈസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ദറ്റ് ഇസ് നോൺ ആസ് ഗോയിങ് റേറ്റ് പ്രൈസിങ്. അപ്പോൾ ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മുടെ കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ് തന്നെയാണ് ഗോയിങ് റേറ്റ് പ്രൈസിങ്. ദിസ് മെത്തേഡ് ഈസ് യൂഷ്വലി അഡോപ്റ്റഡ് ബൈ ഫേംസ് സെല്ലിങ് എ ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ഇൻ ഹൈലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. ഒരു ഹൈലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ രണ്ട് ഫേമും ഒരുപോലുള്ള പ്രൊഡക്റ്റാണ് മാർക്കറ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഗോയിങ് റേറ്റ് പ്രൈസിങ്. This is also called acceptance pricing or market equated pricing or parity pricing. അപ്പോൾ ഗോയിങ് റേറ്റ് പ്രൈസിങ്ങിന് നമ്മൾ 3 പേരിലും കൂടി പറയുന്നുണ്ട്. മാർക്കറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്ന പ്രൈസ് ആയതുകൊണ്ട് ഇതിന് ആക്സെപ്റ്റൻസ് പ്രൈസിങ് എന്നും, മാർക്കറ്റ് ഇക്വേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇക്വേറ്റഡ് പ്രൈസ് എന്നും, കോമ്പറ്റീറ്റേഴ്സുമായിട്ട് നമ്മളൊരു തുല്യത വെക്കുന്നത് കൊണ്ട് ഇതിന് പാരിറ്റി പ്രൈസിങ് എന്നുള്ള പേരിലും പറയാം. ഓക്കെ, സോ ആക്സെപ്റ്റൻസ് പ്രൈസിങ്, ഇക്വേറ്റഡ് പ്രൈസിങ്, പാരിറ്റി പ്രൈസിങ് എന്നുള്ള പേരിൽ ഏത് പ്രൈസിങ് അറിയുന്നുണ്ട്? ഗോയിങ് റേറ്റ് പ്രൈസിങ് പോളിസി അറിയുന്നുണ്ട്. ഇതിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഏതൊക്കെയെന്ന് നോക്കാം. ഇറ്റ് ഹെൽപ്സ് ടു അവോയ്ഡിങ് കട്ട് ത്രൂ കോമ്പറ്റീഷൻ എമംഗ് ദ ഫേം. നമ്മളെപ്പോഴും കോമ്പറ്റീറ്റേഴ്സിനെ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്ന കട്ട് ത്രൂ കോമ്പറ്റീഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ടു അവോയ്ഡ് പ്രൈസ് വാർ ഇൻ ഒളിഗോപ്പൊളി. ഒളിഗോപ്പൊളിക് സിറ്റുവേഷനിൽ വരുന്ന പ്രൈസ് വാറുകളെ നമുക്ക് എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രൈസിങ് എ ന്യൂ പ്രൊഡക്റ്റ്. ഒരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് സ്യൂട്ടബിൾ ടു ഫിക്സ് ഓൺ ദ ബേസിസ് ഓഫ് കോമ്പറ്റേറ്റേഴ്സ് പ്രൈസ്. ദറ്റ് ഈസ് ഗോയിങ് റേറ്റ് പ്രൈസിങ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രൈസിങ് ഓഫ് എ ന്യൂ പ്രൊഡക്റ്റ്. ഒരു പുതിയ പ്രൊഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഗോയിങ് റേറ്റ് പ്രൈസിങ് പോളിസി യൂസ് ചെയ്യാം. ഡിസഡ്വാൻറ്റേജ് 2 പറയുന്നുണ്ട്. ലോങ് റൺ പ്രൈസിങ്ങിൽ ഇത് സ്യൂട്ടബിൾ അല്ല. വേറെ ഫാക്ടറുകളൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ ഒരു കമ്പനിക്ക് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ. അതിൽ കോമ്പറ്റീറ്റേഴ്സിനെ മാത്രം നോക്കിയിട്ട് നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാന്ന് പറയുന്നത് എപ്പോഴും സ്യൂട്ടബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഫാക്ടറുകളൊന്നും കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളത് വലിയൊരു ലിമിറ്റേഷനാണ് ഇതിൻ്റെ ഗോയിങ് റേറ്റ് പ്രൈസിങ്ങിൻ്റെ. സെക്കൻഡ് ഈസ് കസ്റ്റമറി ഓർ കൺവെൻഷണൽ പ്രൈസിങ്. കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ്ങിൽ വരുന്ന 2 മെത്തേഡിൽ ഒന്ന് നമ്മൾ പറഞ്ഞു ഗോയിങ് റേറ്റ് പ്രൈസിങ് പോളിസി. സെക്കൻഡ് വൺ customary or conventional pricing policy. In the case of some commodities, the prices get fixed because they have prevailed over a long period of time. അപ്പോൾ ഒരു പ്രൊഡക്റ്റിന് കസ്റ്റം അനുസരിച്ച്, അതല്ലെങ്കിൽ ട്രഡീഷണൽ അനുസരിച്ച്, കൺവെൻഷൻ അനുസരിച്ച് അതിന് എത്ര പ്രൈസ് ഉണ്ട്, പണ്ട് മുതലേ എത്ര പ്രൈസാണ്, അങ്ങനെയാണെങ്കിൽ ആ പ്രൈസിന് നമുക്ക് എന്തെന്ന് പറയാം? കൺവെൻഷണൽ അല്ലെങ്കിൽ കസ്റ്റമറി പ്രൈസിങ് പോളിസി എന്ന് പറയാം. ഒരു കസ്റ്റമിൻ്റെ അല്ലെങ്കിൽ ഒരു ട്രഡീഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കസ്റ്റമായിട്ട് അല്ലെങ്കിൽ ഒരു ട്രഡീഷനായിട്ട് പണ്ട് മുതലേ ഇത്ര പ്രൈസ് ഉണ്ട് ആ പ്രൊഡക്റ്റിന് എന്നുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെ വരുന്ന പ്രൈസിനെ നമുക്ക് എന്തെന്ന് പറയാം? കസ്റ്റമറി ഓർ കൺവെൻഷണൽ പ്രൈസിംഗ് എന്ന് പറയാം. ഇത് സിമ്പിളാണ് ഫോളോ ചെയ്യാൻ. അതേപോലെ തന്നെ ഹാർമണിയും സ്റ്റെബിലിറ്റിയും ഒക്കെ മാർക്കറ്റിൽ ഉണ്ടാക്കും. കാരണം പണ്ട് മുതലേ ഉള്ളതാണല്ലോ, കസ്റ്റമാണല്ലോ, ട്രഡീഷനാണല്ലോ, ആർക്കും ഒന്നും ചോദ്യം ചെയ്യാൻ വയ്യ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഒരു സ്റ്റെബിലിറ്റി, മാർക്കറ്റിൽ സ്റ്റെബിലിറ്റി. ദെൻ അതേപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സ് തമ്മിൽ പ്രൈസ് വാർ, കാരണം അവരെടുത്താലും നമ്മളെടുത്താലും ഒക്കെ ആ പ്രൈസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമ്പറ്റീറ്റേഴ്സ് തമ്മിലുള്ള ഒരു പ്രൈസ് വാർ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. ഇറ്റ് ഫെയിൽസ് ടു ഗീവ് ബെറ്റർ റിസൾട്ട് അണ്ടർ ഇൻഫ്ലേഷണറി കണ്ടീഷൻ. ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ വരുമ്പോൾ ഒരു ബെറ്റർ റിസൾട്ട് കൊടുക്കാൻ എന്ത് പറ്റിക്കൊള്ളണമെന്നില്ല? ഈ ഒരു കസ്റ്റമറി പ്രൈസിന് പറ്റിക്കൊള്ളണമെന്നില്ല. അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് ടെക്നോളജി വരുമ്പോഴും എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല? ഒരു ഈക്വാലിറ്റി, ഓക്കെ, അല്ലെങ്കിൽ നമുക്കൊരു ബെറ്റർ റിസൾട്ട് പ്രൊവൈഡ് ചെയ്യാൻ എന്ത് പറ്റണമെന്നില്ല? കസ്റ്റമറി പ്രൈസിന് പറ്റണമെന്നില്ല. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ കറണ്ട് കണ്ടീഷൻ. കറണ്ട് സിറ്റുവേഷൻ ഒരിക്കലും കൺസിഡർ ചെയ്യുന്നില്ല. പകരം പണ്ടുള്ള കൺവെൻഷനോ അല്ലെങ്കിൽ കസ്റ്റമോ മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് കണ്ടീഷൻ ഇത് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു വലിയ ലിമിറ്റേഷനാണ്. ഫേംസ് ഹാവ് സാക്രിഫൈസ് പ്രോഫിറ്റ്. ചില സമയത്ത് ഫേമിന് എന്ത് ചെയ്യേണ്ടി വരും? പ്രോഫിറ്റ് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. കാരണം കസ്റ്റം അനുസരിച്ച് അല്ലെങ്കിൽ ട്രഡീഷൻ അനുസരിച്ചുള്ള പ്രൈസ് മാത്രമേ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ കമ്പനിയുടെ വേറെ ഫാക്ടറുകളൊന്നും കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഫേമിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പ്രോഫിറ്റ് ഇല്ലാതിരിക്കുന്നൊരവസ്ഥ വരാം. അപ്പോൾ കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ് പോളിസിയിൽ 2 എണ്ണമാണ് ഉള്ളത് പറഞ്ഞത്. ദറ്റ് ഈസ് ഗോയിങ് റേറ്റ് പ്രൈസിങ് ആൻഡ്
കസ്റ്റമറി ഓർ കൺവെൻഷണൽ പ്രൈസിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ മെത്തേഡ്സ് ആണ് നോക്കിയത്. മെത്തേഡ്സിൽ 3 മെത്തേഡ് പറഞ്ഞു. കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് പോളിസി, ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് പോളിസി, കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ് പോളിസി. ഓക്കെ, അതിൽ കോസ്റ്റ് ബേസ്ഡ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കി. ഇന്ന് നമ്മൾ നോക്കിയത് 2 മെത്തേഡാണ്. ദറ്റ് ഈസ് ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് പോളിസിയും കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ് പോളിസി. ഓക്കെ, ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് പോളിസി ആൻഡ് കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ് പോളിസിയാണ് നമ്മൾ നോക്കിയത്. ഡിമാൻഡ് ബേസ്ഡ് 2 നോക്കി. ദറ്റ് ഈസ് ഡിഫറൻഷ്യൽ പ്രൈസിങ്ങും പ്രീമിയം പ്രൈസിങ്ങും. കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ് പോളിസിയിൽ 2 നോക്കി. ദറ്റ് ഈസ് ഗോയിങ് റേറ്റ് പ്രൈസിങ് പോളിസി ആൻഡ് ദ ലാസ്റ്റ് ഇസ് customary or conventional pricing. Okay, so finish our this chapter, that is price. Okay, thank you.